പോയി. ഹലോ കൂട്ടുകാരെ, ഫോക്കസ് ഓൺ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ കറക്റ്റ് ഏകദേശം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോളികാർബണേറ്റ് ഷീറ്റ് ഇടാനാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതൊരു 500 സ്ക്വയർ ഫീറ്റ് വരും. ഈ നമ്മുടെ ഇവിടെ ബേസ് ഈ കോൺക്രീറ്റ് ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പാകത്തിന്. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ഏകദേശം ഒരു 2 അടി തള്ളു കിട്ടത്തൊക്കെ വണ്ണമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഗൈഡറൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഷീറ്റാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഷീറ്റ് എടുത്തിട്ടുള്ളത് സ്കൈ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് റോള്. ഇത് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 90 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. 2 mm ഷീറ്റാണ്. സ്ട്രക്ചറിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഉത്തരം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 832 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ ഇത് പെക്സാഗാർഡിൻ്റെ നമ്മൾ എപ്പോക്സി പെയിൻറ്റ് റെഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സിംഗിൾ പാക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പെയിൻറ്റ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീമിന് അടിക്കാനായിട്ടാണ് റെഡ്. ബീമിനും അതുപോലെ തന്നെ ഇടക്രോസ് കൊടുക്കാനുള്ളതിന് റെഡ് കളറാണ് കേട്ടോ അടിക്കുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷൻ 1 സൈഡ് തീർന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മറച്ചിട്ടതിന് ശേഷം അടുത്ത വശം അടിക്കാം. എല്ലാ ദിവസം മറക്കാടത് അവിടെ ഇപ്പോൾ അടിച്ചോളൂ. ശകലം കൈ പറ്റും. അത്യാവശ്യം നല്ല കനമുണ്ട്. ഏകദേശം ഒരു 3.5 പൈപ്പ് തന്നെ ഉണ്ട്. അതാണ് ഇത്രയും കനം. അപ്പോൾ ഈ സെക്ഷനും കൂടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഒരു കുറച്ച് പെയിൻറ്റിങ് കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒരു 1 മണിക്കൂറിന് ശേഷം നമുക്കിത് കയറ്റി ഫിറ്റ് ചെയ്ത് തുടങ്ങാം. 3 ഇഞ്ചിൻ്റെ തൂണാണ് കൊടുത്തിരിക്കുന്നത് GI. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 25 അടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ടോപ്പിൽ വരുന്ന 26 അടി വരും. അപ്പോൾ 1.5 അടി ഏകദേശം സ്ലോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൽ നമ്മളിത് ഫില്ലർ കുത്തിപ്പൊളിച്ച് തൂണിൽ നിന്നാണ് കേട്ടോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഉത്തരം കയറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ ഉത്തരം എടുത്തുകൊണ്ട് വരും ഇപ്പോൾ തന്നെ. അപ്പോൾ ടോപ്പിൽ നമ്മൾ 3.5 സിംഗിൾ പൈപ്പാണ് കേട്ടോ വയ്ക്കുന്നത്. ഇത് നമ്മുടെ അനീഷയുടെയും അതുപോലെ തന്നെ മറ്റേത് വിനീതയുടെയാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ടോപ്പിൽ ഷീറ്റിട്ട് അതിൻ്റെ തൂണ് പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഫില്ലർ കുത്തിപ്പൊളിച്ചാട്ടോ നമ്മൾ ഇതിൽ നിന്ന് പ്ലേറ്റ് കൊടുത്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോർഷനൊക്കെ നമുക്ക് അളവെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഉത്തരം ടോപ്പിൽ കയറ്റി സെറ്റ് ചെയ്ത് 6 സ്ക്വയർ പ്ലേറ്റിൽ 8 ആങ്കർ ബോൾട്ടാണ് ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹോളടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൂണിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചാണ് കേട്ടോ. ഇട്ടിൽ ആങ്കർ ബോൾട്ട് ഇട്ടതിന് ശേഷമാണ് അടിച്ച് കയറ്റുന്നത്. എട്ടിൻ്റെ ആങ്കർ ബോൾട്ടിന് 12-13 ഡബിൾ എൻഡോ ഓർ റിങ്ങോ ഇട്ട് ടൈറ്റ് ചെയ്യുക. തൂണിന് വാട്ടർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങേ സൈഡിൽ നമ്മൾ സ്പീഡ് ലെവലിൽ 2 ക്ലീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ തൂണിൻ്റെ ടോപ്പിലായിട്ട്. എന്നാ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഹൈറ്റ് കൂടുതലാണ്. ഏകദേശം ഒരു 30 അടി ഒരു 25 അടി ഹൈറ്റ് ഉണ്ട് ഇവിടെ താഴേന്ന്. അപ്പോൾ അവരവിടെ നിന്ന് നമ്മുടെ ഉത്തരം അതായത് ഹൈ ബീം എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ചെരുവ് കറക്റ്റാ. ഒന്ന് ചെരുവൊന്ന് സെറ്റാണോ നോക്കട്ടെ. ഒന്ന് തള്ളിവിട്ടെ. ആ ചെരുവ് കറക്റ്റാ. കണപ്പ് തീർത്ത് 2 കഴുക്കോല അടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി അതിൻ്റെ ഇടയ്ക്കുള്ള കഴുക്കോലുകളൊക്കെ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങേ പോർഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പോർഷനിൽ 14 അടിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് 20 അടി ലെങ്ത്താണ് വരുന്നത് ഈ സൈഡിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 7 ഷീറ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 വരെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വീതി വരുന്നതെന്ന് പറഞ്ഞാൽ 28 അടിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിനി ഇതുപോലെ തന്നെ പട്ടിക പാക്കി കൊടുക്കണം. അത് 3 പൈപ്പാണ്. കഴുക്കോല് ഫിറ്റിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്.
ഇനിയിപ്പോൾ പർലിങ് അടിക്കാനാണുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ 92 സെൻറ്റിമീറ്ററാണ് ഏകദേശം അളവ് വരുന്നത്, ഉള്ളളവ് വരുന്നത്. ഇപ്പോൾ 92 സെൻറ്റിമീറ്റർ ഒരു സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം റോപ്പ് കൊത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൈക്കോലിൻ്റെ ടോപ്പിലെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി അളവ് പീസ് വെച്ച് അടിക്കാൻ പോകുന്നത്. ഇപ്പോൾ പാത്തിക്ലാമ്പ് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണുന്ന സൈഡിൽ നമ്മൾ പാത്തിക്ലാമ്പ് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുറം ക്ലാമ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്ലാമ്പ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 6 ഇഞ്ചിൻ്റെ സ്ക്വയർ പാത്തി ക്ലാമ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റോഗാർഡിൻ്റെ UPVC റെയിൻബോ ഗട്ടറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ PC ലൈനിൻ്റെ പോളികാർബണേറ്റ് ഷീറ്റാണ് കേട്ടോ എടുത്തുള്ളത്. ഇത് ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ PC ലൈറ്റിൻ്റെ ഷീറ്റ് നമ്മൾ എവിടെ യൂസ് ചെയ്തിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ 85 രൂപയാണ്. ഇത് 3 mm ഷീറ്റാണ് കേട്ടോ. പൊന്മാൻ ബ്ലൂ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ സ്കൈ ബ്ലൂ കളറ്. കോട്ടിംഗ് ഉണ്ട് പോറ് പോകാണ്ടിരിക്കാനുള്ളത്. ആ പീസ് ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് അടിക്കാനായിട്ട്. ഷീറ്റ് പോയി പോയി. അടുത്ത ഷീറ്റ് റോൾ ചെയ്ത് വരുന്നുണ്ട്. ഒരു ഷീറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. സ്ക്രൂ ഒന്നും അടിച്ചിട്ടില്ല, ചുമ്മാ കയറ്റി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പടിയിൽ ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കയറി നിന്നാലും തെന്നി പോകത്തില്ല. അപ്പോൾ ഇതാണ് അലൂമിനിയം ചാനൽ. ഇതൊരു 15 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പണിക്ക്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 12 അടിയാണ്. ഇതാണ് അലൂമിനിയം ചാനലിൻ്റെ ഉള്ളിലിടാനുള്ള റബ്ബർ ബീഡിങ്. അങ്ങനെ ജോയിൻറ്റിൽ മാത്രം നമ്മൾ സിലിക്കോൺ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം വേണം അലൂമിനിയം ചാനൽ സെറ്റ് ചെയ്യാനായിട്ട്. ഈ ചാനലിൻ്റെ സ്ക്രൂ അടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററായിട്ട് സ്ക്രൂ അടിക്കാനായിട്ട് ശ്രമിക്കുക. അത് റബ്ബർ ബീഡിങ് ഇടുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. റബ്ബർ ബീഡിങ് ഇടണേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു സൈഡിൽ ചവിട്ടി പിടിക്കുക. അതിനുശേഷം ഒരു വശം ആദ്യം കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട് ചെരിഞ്ഞ വശം കൊണ്ട് പയ്യെ സൈഡിലിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആശാനോട് നമുക്ക് എന്നാ സാധനം കണ്ടാ കയറ്റി ഇടണമെന്ന് ചോദിക്കാം. എന്നാ ആശാന ഇടണേ? അതെ അല്ലേ. അപ്പോൾ എന്ത് വേണ്ടു? അപ്പോൾ എന്ത് വേണം ഉപയോഗിക്കാനാണ് നമ്മൾ ആശാൻ പറയുന്നത്. ബാക്കി എങ്ങനെ ഇടണമെന്ന് കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ചവിട്ടി പിടിക്കാം. അപ്പോൾ അത് ചെരിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പോളികാർബണേറ്റ് ഷീറ്റിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയ വർക്ക്. അപ്പോൾ എല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് നോക്കാം നമുക്ക്. മൊത്തത്തിൽ താഴെ നിന്നും അതുപോലെ തന്നെ ടോപ്പിൽ നിന്നുള്ള ഒരു വിഷ്വൽസ് നോക്കാം.
അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലോങ് സൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ അടിയിൽ നിന്ന് ചെറിയൊരു വ്യൂ നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ ഓക്കെ ബൈ. ഇതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത്.